നീ എങ്ക പോറേ? ഞാൻ നാട്ടിൽ പോറേ. എന്താ വരണോ? എന്നാ താൻ പോണ്ട. താൻ ആരെ കാണാനാണോ പോകുന്നത് അവരെയും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സിസ്റ്റർ. അയ്യോ കുഞ്ഞേലി, സന്തോഷമായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച തുടക്കായിട്ടായിരുന്നില്ലേ? എന്താ പൗലോസ് അങ്ങനെ പറഞ്ഞ? നീ ഇപ്പൊ എന്തിനാ കുഞ്ഞേലി ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതാ കുറ്റമായി പോയതില്ലേ? ഇവിടെ നിങ്ങൾ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന രഹസ്യമുള്ള എനിക്കിപ്പോ അറിയണം. ഓഹോ, അപ്പൊ ഇവിടെ ഉള്ളത് ജാരസന്ധതയാണല്ലേ? എന്റെ പൊന്നു കുഞ്ഞേലി, ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മോള്. ദുർബല നിമിഷം എപ്പോഴായിരുന്നു, എവിടെ വെച്ച്, എത്രാമത്തെ വയസ്സ്? പറയൂ പറയൂ പൗലോസ്. എന്റെ ക്ഷമ പരീക്ഷിക്കാൻ ഒന്നുമില്ല. എനിക്ക് ഇപ്പൊ അറിയണം. അവിടെ വിടത്തില്ല. വർഷം ഇത് എന്നെ മാത്രം മനസ്സിൽ ചേർത്ത് ജീവിച്ച് എന്നോട് ചതി ചെയ്തല്ലോ ദുഷ്ട. ഇത് എന്റെ ആരോഗ്യത്തിന് വേണ്ടി 100 വീട് തണ്ടി വേളാങ്കണ്ണിക്ക് പോകാമെന്ന് നേർന്നവളാ ഞാൻ. 100ാമത്തെ വീട് ഇതായിക്കോട്ടെ എന്ന് കരുതി വന്നതാ. എന്നെ ചോദിച്ചില്ലേ? കുഞ്ഞേലിയാണ് സത്യം, ഞാൻ പിഴച്ചിട്ടില്ല. വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ഇപ്പൊ അറിയണം. എവിടെ ഞാൻ അറിയാത്ത നിങ്ങളുടെ രഹസ്യം മോള്? ഏതാ അപ്പച്ച ഈ ഭ്രാന്തി? ഭ്രാന്തിന്റെ മറ്റവളാ. പറയടി, എങ്ങനെയാടി നിന്റെ തള്ള എന്റെ കെട്ടു എന്നെ മയക്കിയെടുത്തത്? എന്നോട് കളിക്കുന്ന ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ മോളോടൊത്ത് ഇനി ഒരു കുടുംബമായിട്ട് ശേഷിച്ചാലും ജീവിച്ചൂടെ കുഞ്ഞേലി? എന്തിനാ പൗലോസ് ഈ കുഞ്ഞേലി ഇങ്ങനെ പറ്റിക്കുന്നത്? നിങ്ങൾ പോലീസാണെങ്കിൽ ഞാൻ പൗലോസാട്ടോ. എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാൻ പോവാ. ഓ, അങ്ങനെ തുറന്നു പറയാൻ മാത്രം ഇവിടെ എന്ത് സത്യം ഉള്ളത്? ശത്രു എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാടാ. ഓടി. ഇത് കണ്ടോ ഫോട്ടോ? ഇവളെന്റെ മകളല്ല, ഇവ കല്യാണം കഴിച്ചതാ. ഇവന്റെ ഭാര്യ ഇവള്. നീ നടുക്കിരിക്കുന്ന കുട്ടി ഇവരുടേതാ. ഞാൻ പറഞ്ഞ സത്യല്ലേ? ഇവിടെ വാടാ. അല്ല, അത് പിന്നെ എന്തോ ജീവേട്ട ഇത്? എല്ലാം എന്നെ കൊണ്ട് ജീവേട്ടൻ പറയിപ്പിച്ചതാ. ഓ, ജീവ, ഒരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കാണ്ടിരുന്നാ മതി. അത് തന്നെ. കാണമില്ലേടോ തനിക്ക്? കല്യാണം കഴിക്കാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ കെട്ടിയ പെണ്ണിനെയും ജനിപ്പിച്ച കൊച്ചിനെ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാനും തന്റെ ഇടം വേണം. നീ പെണ്ണാണോടി കൊച്ചേ? ആണ് കഴുത്തി കെട്ടിയ താലി കൊണ്ട് പെണ്ണ് അവന്റെ അരയിലൊരു കെട്ട് കെട്ടണം. കെട്ടിന്റെ ഒരറ്റം പെണ്ണിന്റെ കയ്യിലിരിക്കണം. എന്നിട്ട് അതേ പിടിച്ചോണ്ട് ദഹിക്കണം. ആടിക്കളിക്കടാ കൊച്ചുരാമ, ആടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് കളിപ്പിക്കണം. അതാ പെണ്ണിന്റെ മിടുക്ക്. പിടിച്ചോണ്ട് പോടി കൊച്ചകത്തോട്ട്. ചേട്ടാ ശത്രു തന്നെ കാണിച്ചടാ മാപ്പിളേ. നന്നായിട്ട് പാടുവല്ലേ? പോലീസ് പാടും. ഞാൻ ഇന്ന് പോവാ. നിങ്ങൾ എന്ന് ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചു പൗലോ. ഞാനൂലേ എന്തോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. നീയാണ് സത്യം, അവൾ അവന്റെ ഭാര്യയല്ല. അന്ന് ഞാൻ പറഞ്ഞതുപോലെ നീ ഒരു വേഷം കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ജീവൻ ഇങ്ങനെ ഒരു കുരിശിനെ ചുമക്കേണ്ടി വരില്ലായിരുന്നു. അതെങ്ങനെ? ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് നീ ചാടിക്കളിക്കാൻ വന്നില്ലേ? അനുഭവിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് അനുഭവിച്ചാലേ പഠിക്കൂ. നാട്ടിൽ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടാ. ഒരു കല്യാണം കഴിച്ചാല് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആണുങ്ങള്. ഓ, ഇനി നീ ഉപദേശിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ജീവൻ കേക്കണ്ട.